പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ വലിയ തെരഞ്ഞെടുപ്പാണ്. ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മളെ ഓരോരുത്തരെയും ആത്മീയമായി അഭിഷേകത്തിലേക്ക് നയിക്കാൻ കർത്താവ് ആഗ്രഹിച്ച് തെരഞ്ഞെടുത്ത് നമ്മൾ ഈ ഒരുമിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ പല കാര്യങ്ങൾ വ്യാപരിക്കുന്നവരാവും. എങ്കിലും നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ, ഈ ശുശ്രൂഷയിലുടനീളം നിന്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിക്കണമേ. എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നിയന്ത്രണം, എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം, എൻ്റെ ചിന്തകളുടെയും വികാര വിചാരങ്ങളുടെയും നിയന്ത്രണം കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് കരങ്ങൾ ഉയർത്തി നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ആത്മാവേ, ഈ നിമിഷം എൻ്റെ മേൽ നിറയണമേ, ആത്മശക്തി എൻ്റെ മേൽ നിറയണമേ. ആഗ്രഹിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ നിറയട്ടെ. ആമേൻ. കൈകൾ അടിച്ച് സന്തോഷത്തോടെ ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയ തീയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. ആത്മനാദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മനാദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. 2 കരങ്ങൾ ഉയർത്തി പെയ്തിറങ്ങി വാ. പരിശുദ്ധാത്മാവേ, ഒരു മഴ പോലെ പെയ്തിറങ്ങണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവിന്റെ അത്ഭുത ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനം മുഴുവൻ നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ വലിയ അഭിഷേകത്തോടുകൂടിയാണ് ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തോടുകൂടെ കൈകൾ കൂപ്പി ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർ ചുറ്റുവട്ടത്തുണ്ടല്ലോ, അവരുടെയൊക്കെ മുഖത്ത് നോക്കി വലിയ സന്തോഷത്തോടുകൂടെ ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുക്കുന്ന പോലെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്ത പങ്കുവയ്ക്കുകയാണ്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം തിരുവചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 17. ആ അധ്യായം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിനൊരു ഹെഡിങ് ഉണ്ട്, ഒരു തലക്കെട്ടുണ്ട്. സാധിക്കുന്നവരൊക്കെ ബൈബിളും തുറന്നേ, എന്നിട്ട് ആ ഹെഡിങ് തലക്കെട്ട് നോക്കിക്കേ. യേശു രൂപാന്തരപ്പെടുന്നു. ഇതാണ് ഹെഡിങ്. യേശു രൂപാന്തരപ്പെടുന്നു. നമ്മൾ പലതവണ വായിച്ചിട്ടുള്ള വചനഭാഗമാണ്. ഇതിൽ
നമ്മൾ വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ 6-ാം തിരുവചനത്തിലെത്തുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 6-ാം തിരുവചനം. ഇതു കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു, അവർ ഭയവിഹ്വലരായി. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ 2 കാര്യങ്ങൾ. അതിന് തൊട്ട് മുമ്പുള്ള വചനം വായിച്ചാൽ നമുക്ക് ഈ വചനത്തെ മനസ്സിലാക്കുന്നതിന് അനുഗ്രഹപ്രദമാവും. 5-ാം വചനം ഇങ്ങനെയാണ്: അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. 6-ാം വചനം ഇങ്ങനെയാണ്: ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമഴ്ന്നു വീണു, അവർ ഭയവിഹ്വലരായി. ശിഷ്യന്മാർ കമഴ്ന്നു വീണു, ശിഷ്യന്മാർ വീണു എന്ന് മാത്രമല്ല, അവരുടെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. ഭയവും വീഴ്ചയും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെയൊക്കെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇതേ കാര്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാറുണ്ട്. നമ്മൾ വീണുപോകും എന്ന് മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിൽ ഭയം സൃഷ്ടിക്കും. എന്നാൽ വചനം മുന്നോട്ട് പോകുമ്പോൾ വളരെ ശക്തമായ ഒരു കാര്യം വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. തൊട്ടടുത്ത വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. വചനം ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 7-ാം തിരുവചനം. യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. 8-ാം വചനം. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഭയപ്പെട്ട് വീണ ശിഷ്യന്മാർ, ഇതാ ഈശോ അവരെ സ്പർശിക്കുന്നു, അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മുഖം ഉയർത്തിയ ശിഷ്യന്മാർ പിന്നെ കാണുന്നത് പ്രകാശിച്ചു നിൽക്കുന്ന യേശുവിനെയാണ്. ഭയവും നിരാശയും ദുഃഖവും വീഴ്ചയും, ഇതിൽ നിന്ന് കർത്താവ് ഇതാ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് വലിയ പ്രകാശത്തിലേക്കാണ്. എന്ന് പറഞ്ഞാൽ യേശു രൂപാന്തരപ്പെടുന്നു എന്നുള്ള ഈ തലക്കെട്ടിൽ എഴുതി വച്ചിരിക്കുന്ന വചനം വായിച്ചെത്തുമ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ശിഷ്യന്മാരുടെ ഒരു രൂപാന്തരീകരണമാണ്. അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫിഗറേഷൻ, രൂപം മാറുന്നു. ഭയന്നിരുന്ന വീണിരുന്നവരെ ഇതാ പിടിച്ചെഴുന്നേൽപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ രൂപം മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പല ദുരന്തങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. പലതരത്തിലുള്ള ദുരന്തങ്ങൾ, അത് പ്രകൃതിക്ഷോഭങ്ങളിലൂടെ നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല രീതികൾ. അത് പ്രളയമാവട്ടെ, കൊറോണ എന്ന മഹാമാരിയാവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ, എന്തെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങൾ. ഒരു ദുരന്തത്തെയും നമ്മൾ വില കുറച്ച് കാണാനല്ല, ഒരു ദുരന്തത്തെയും താഴ്ത്തിക്കെട്ടാനല്ല, ഒരു ദുരന്തത്തെയും അപമാനിക്കാനല്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഓരോ ദുരന്തത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യരെ ഇതാ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കുന്ന, രൂപപ്പെടുത്തുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 തിരുവചനം നമുക്ക് വളരെ പരിചിതമായ തിരുവചനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കണ്ടോ, വചനം പഠിപ്പിക്കുന്നത് ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്. സൃഷ്ടികർത്താവ് ദൈവമാണ്. എന്നിട്ട് അടുത്ത വചനം, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഭൂമി രൂപരഹിതമായിരുന്നു, രൂപമില്ലായിരുന്നു. രൂപമില്ലാത്തതിന് രൂപം കൊടുക്കുന്നത് ആരാണ്?
ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില രൂപമില്ലാത്ത, ഭാരപ്പെടുത്തുന്ന, വീഴ്ചയുടെ, ഭയത്തിൻ്റെ അനുഭവങ്ങൾ നമ്മിലുമുണ്ട്. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് ഇങ്ങനെ വീണ് രൂപമില്ലാതെ ഭയപ്പെട്ട് കഴിയാനല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ഇതാ ഒരു രൂപാന്തരീകരണം, ഒരു മാറ്റം, ഒരു പുനഃപ്രതിഷ്ഠ എന്നിലും നിന്നിലും ഈ സംഭവങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം അല്ലേ, 73 പുസ്തകങ്ങൾ അടങ്ങിയ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, ഇതിൽ നമ്മൾ വായിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അല്ലേ, നമ്മൾ ഓരോ വ്യക്തിയും എടുത്ത് പഠിച്ചു നോക്കിക്കേ. നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ ഓരോ വ്യക്തികളും അനേക പരാജയങ്ങളിലൂടെ കടന്നുപോയവരാണ് അല്ലേ. ആരാ അത്ര നല്ലതെന്ന് പറയാൻ മാത്രം വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്? പരാജയങ്ങളിലൂടെ, ബലഹീനതകളിലൂടെ, കുറവുകളിലൂടെ കടന്നുപോയ ഒരു പറ്റം മനുഷ്യരുടെ ജീവിതാനുഭവമാണ് വിശുദ്ധ ഗ്രന്ഥം. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പരാജയത്തിൽ തളച്ചു കിടക്കുകയല്ല, മറിച്ച് അതിൽ നിന്ന് ഒരു രൂപമാറ്റം, അതിൽ നിന്ന് അതിശക്തമായ ഒരു മാറ്റം, ഒരു പുനഃപ്രതിഷ്ഠ ദൈവം വ്യക്തി ജീവിതങ്ങൾ ക്രമീകരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ അൾത്താരയിൽ വണങ്ങുന്ന വിശുദ്ധരുടെ ചരിത്രങ്ങളൊക്കെ എടുത്ത് വായിക്കുക. ഓരോ വിശുദ്ധരുടെയും ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സത്യം, ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ദൈവം അവയെ രൂപാന്തരീകരിക്കും. ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കുടുംബത്തെ ഓർത്തായിരിക്കും നീ ഭാരപ്പെട്ടിരിക്കുന്നത്. വല്ലാത്ത നിരാശയിലും ദുഃഖത്തിലും ആകുലതയിലുമായിരിക്കും. നീ ഒരു കാര്യം വിശ്വസിച്ചു കൊള്ളുക, ഈ ഒരു പ്രശ്നത്തെ ദൈവം രൂപാന്തരീകരിക്കും. സാധാരണഗതിയിൽ പലതവണ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്, എവ്രി ഡിസപ്പോയിൻമെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെന്റ് എന്നാ പറയണേ. എവ്രി ഡിസപ്പോയിൻമെന്റ്, നമ്മൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ചില നിരാശയും ദുഃഖവും വരുമ്പോൾ നമ്മൾ പറയാം ഐ ആം ഡിസപ്പോയിന്റഡ്. എവ്രി ഡിസപ്പോയിൻമെന്റ് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെന്റ്. ഇന്നത്തെ നിന്റെ ഈ ദുഃഖം, ഈ നിരാശ ദൈവത്തിൻ്റെ അപ്പോയിൻമെന്റ് ആണെന്ന്. ഇറ്റ് ഈസ് ഹിസ്, ദൈവത്തിൻ്റെ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നിന്നെ രൂപപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും തളർന്നു പോവരുത്, ദൈവത്തിൽ ആശ്രയിക്കുക. ശിഷ്യന്മാർ ഭയന്നു വീണു, എന്നാൽ പിന്നീട് അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ പ്രകാശിച്ചു നിൽക്കുന്ന യേശുവിനെയാണ് അവർ അനുഭവിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ ഈ ആത്മീയ സത്യം പല മേഖലകളിൽ നമ്മളെ കുറിച്ച് വയ്ക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ സുന്ദരമായ വചനഭാഗം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വചനം, 1-ാം തിരുവചനം ഇങ്ങനെയാണ്: അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. അശുദ്ധാത്മാവ് ബാധിച്ചൊരുവൻ. എന്നാൽ നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, ഇവന്റെ ജീവിതത്തിൽ യേശു ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനിൽ ഉണ്ടായ മാറ്റങ്ങൾ, രൂപാന്തരീകരണം, അശുദ്ധാത്മാവ് ബാധിച്ച അവനിൽ സംഭവിച്ച രൂപാന്തരീകരണം 5-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: അവർ യേശുവിൻ്റെ അടുത്തെത്തി ലഗിയോൺ ആവേശിച്ചിരുന്ന പിശാച് ബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു. കണ്ടോ? പിശാച് ബാധിതൻ ഇപ്പൊ എവിടെ ഇരിക്കണേ? ദൈവജനത്തോടൊപ്പം വസ്ത്രം ധരിച്ച്, അവന്റെ സ്വഭാവം മാറി സുബോധത്തോടെ, ബോധമില്ലാതിരുന്നവൻ ബോധമുണ്ടായി, അവൻ സുബോധത്തോടെ ഇരിക്കുന്നു. രൂപാന്തരീകരണം, രൂപം മാറ്റും കർത്താവ്. വീണ്ടും വായിച്ചു ധ്യാനിക്കാൻ പറ്റിയൊരു സുവിശേഷ ഭാഗം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39-ാം തിരുവചനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഇതാ ഈ സ്ത്രീ വലിയ ഒരു സാക്ഷിയായിട്ട് മാറുകയാണ്. യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകീർത്തിക്കുന്ന ഒരു സാക്ഷിയായിട്ട് മാറുകയാണ്. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 39, 4-ാം അധ്യായം 39-ാം തിരുവചനം
ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു. ഇതാ, പാപിനിയായിരുന്ന സ്ത്രീ രൂപപ്പെട്ടു, പിന്നീട് വലിയ സാക്ഷിയായിട്ട് മാറി. നമ്മുടെയൊക്കെ നാട്ടിൽ വചന ശുശ്രൂഷയിൽ ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജീവിതത്തിൽ ദൈവം ഇടപെടുമ്പോൾ രൂപം മാറും. ഇതാ, ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം നീ കടന്നുപോയ അനുഭവങ്ങൾ എത്ര ദുരിതം പിടിച്ചതായിക്കൊള്ളട്ടെ, പക്ഷേ കർത്താവ് നിനക്ക് നൽകുന്നൊരു വാഗ്ദാനം എന്താണെന്നറിയാവോ? നിന്നെ കർത്താവ് രൂപപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ കർത്താവ് രൂപപ്പെടുത്തും. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ ദുരന്തം, ഈ ദുഃഖം, അതൊരിക്കലും അത് നാശത്തിനുള്ളതല്ല. ജെറമിയായുടെ പ്രവചനം 29 അധ്യായം 11 തിരുവചനം. വചനം എന്താ പഠിപ്പിക്കുന്നത്? ഇതാ, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഏത് വിഷയത്തിൽ നീ കുരുങ്ങിക്കിടക്കുന്നെങ്കിലും നീ വിശ്വസിച്ചു കൊള്ളുക, ഇതിന് ശേഷം ചില കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നു. ചുങ്കക്കാരനായ സക്കേവുസിൻ്റെ ജീവിതത്തിലും ഒക്കെ സംഭവിച്ച കാര്യം എന്നിലും നിന്നിലും സംഭവിക്കും. ഈ വചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ക്ഷണിക്കുന്നത് ഈ രൂപപ്പെടലിന് വേണ്ടിയിട്ടാണ്. നമ്മളെ പുനഃപ്രതിഷ്ഠിക്കും. കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങളെ ഓർത്തുകൊണ്ട് ഭാരപ്പെട്ടിരിക്കേണ്ട. യെശയ്യായുടെ പ്രവചനം 43 അധ്യായം 18 19. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ഓർമ്മകൾ നീ കുരുങ്ങിക്കിടക്കരുത്. ഇതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അതല്ല വചനം പഠിപ്പിക്കുന്നത്? ഇതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്ന നീ അറിയുന്നില്ലേ? വിജനദേശത്ത് പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നീ കഴിഞ്ഞ കാലഘട്ടത്തിലെ സംഭവങ്ങൾ കുരുങ്ങിക്കിടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ നീ കുരുങ്ങിക്കിടക്കരുത്. കഴിഞ്ഞ കാലഘട്ടത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ കുരുങ്ങിക്കിടക്കരുത്. ഭയവും വീഴ്ചയും വന്ന ശിഷ്യന്മാർ എഴുന്നേറ്റപ്പോൾ അവർ കണ്ടത് പ്രകാശിച്ചു നിൽക്കുന്ന യേശുവിനെയാണ്. എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ കർത്താവ് ഒരുക്കുന്നതും ഈ വലിയ അത്ഭുതകരമായൊരു പ്രവർത്തിക്കാണ്. അതിനാണ് ഈ ദൈവരാജ്യ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുചേരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തുടർന്നുള്ള ആരാധന സമയം നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആരാധന സമയത്ത് അത്ഭുതകരമായി നമ്മൾ ഇടപെടും. കഴിഞ്ഞ കാലഘട്ടത്തിലെ ദുഃഖവും ഭാരവും നിരാശയും എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഈ ആരാധനയിൽ അത്ഭുതകരമായൊരു ഇടപെടൽ ഉണ്ടാവട്ടെ. സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ മുട്ടുകുത്തി തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ഈശോയെ, എൻ്റെ ജീവിതത്തെയും രൂപാന്തരീകരിക്കണമേ. ശിഷ്യന്മാരിലുണ്ടായ രൂപാന്തരീകരണം, വിശുദ്ധരിലുണ്ടായ രൂപാന്തരീകരണം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള ദൈവ സാന്നിധ്യം സ്വീകരിച്ച് ഇതാ നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ദൈവത്തിന് നിന്നോട് അത്രമേൽ സ്നേഹമുള്ളതിൻ്റെ അടയാളമാണ് നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് തന്നെ നിന്നെ ദൈവം രൂപപ്പെടുത്തും എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണ്. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 18-19 തിരുവചനം: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തൊരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും ഓരോ ദുരന്തങ്ങളെയും ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പാകപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്, രൂപപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്, പുനർസൃഷ്ടിക്കുന്ന അനുഭവങ്ങളാണ്. വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിച്ചതാണ്. ആയതിനാൽ ഈ സമയത്ത് നീ വിശ്വസിക്കണം, ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഏതൊരു ദുഃഖം, ഏതൊരു ദുരന്തം, ഏതൊരു അനുഭവമായിക്കൊള്ളട്ടെ, കർത്താവ് ഇതിലൂടെ എന്നെ പുതുക്കി പണിയുകയാണ്. വിശ്വസിക്കണം, വിശ്വസിക്കണം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. പുതിയ ഒരു ജനനം ഇതാ കർത്താവ് നിനക്ക് വേണ്ടി സമ്മാനിക്കുന്നു. സാധിക്കുന്ന എല്ലാവരും തിരുമുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സന്തോഷത്തോടുകൂടെ, പരിശുദ്ധാത്മാവേ, എന്നെ വീണ്ടും പുതുക്കി പണിയണമേ, വീണ്ടും പുതിയ സൃഷ്ടിയാക്കണമേ, എന്നിൽ പുതിയ നിർമ്മാണം, പുതിയ രൂപപ്പെടുത്തലുകൾ എന്നിൽ സംഭവിക്കട്ടെ. ആ വലിയ ആഗ്രഹത്തോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവേ, ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത്, ഈ ആരാധന സമയത്ത് എന്നെ കർത്താവേ പുനർസൃഷ്ടിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ. കൈയടിച്ചു പാടാം എല്ലാവരും. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു സൃഷ്ടി, പുതിയൊരു ശക്തിയിലുണരാ. ആമേൻ. കൃപ നീ ചൊരിയണമേ. ചേർന്ന് പാടിക്കേ. പുതിയൊരു ജനനം, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ. കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി കൈയടിച്ചേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പാടാം പാടാം. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ദൈവത്തിന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നെ പുതുക്കി പണിയണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിപ്പെടുത്തണമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അൽത്താരയുടെ മുമ്പിൽ നമ്മൾ ഇത് ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളും ദൈവം അറിയാതെയല്ല. ഒരുപക്ഷെ ദാ വലിയ രോഗപീഠകളിലൂടെ പോകുന്നവര് സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? അപ്രതീക്ഷിതമായ അനേക സംഭവങ്ങൾ, അത് പ്രകൃതി ദുരന്തങ്ങൾ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും വിചാരിച്ചതുപോലെ ചില കാര്യങ്ങൾ നടക്കുന്നില്ല. വലിയ ഭാരം. ഇതെന്തുകൊണ്ട് ഇങ്ങനെ? ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചോദിക്കാനേ സമയമുള്ളൂ, ഉത്തരം കിട്ടാത്ത അനേക ചോദ്യങ്ങൾ. എന്നാൽ കർത്താവിനോടാണ് നീ ഈ വിഷയം സംസാരിക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നത് ഇത് നിന്നെ രൂപപ്പെടുത്തുന്ന സമയമാണ്. ഏതെങ്കിലും പരാജയം, ഏതെങ്കിലും ദുഃഖം, ഏതെങ്കിലും വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അനുഭവമുണ്ടെങ്കിൽ ഇതിലൂടെ കർത്താവിനെ പുതുക്കി പണിയുകയാണ്. നീ വിശ്വസിക്കുക. നിന്റെ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ഈ ആത്മീയ സത്യം പ്രകാശിപ്പിക്കും. ഇല്ലെങ്കിൽ അസ്വസ്ഥപ്പെടും, നിരാശയും ദുഃഖവും നിന്നെ പിടികൂടും. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം കണ്ണടച്ച് നിന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. നിന്റെ വീട്ടിൽ ആരെങ്കിലും നിരാശയും ദുഃഖവും
ഇങ്ങനെ മറുതലിക്കുന്ന ചോദ്യങ്ങളുമായി വീട്ടിലുണ്ടെങ്കിൽ, ആരെങ്കിലും ചിലപ്പോൾ രോഗികളാവും, ചില പീഡകളിലൂടെ കടന്നവരാവും, അപ്രതീക്ഷിത സംഭവങ്ങളുടെ മുമ്പിൽ ഉത്തരം കിട്ടാതെ പെടയുന്നവരാവും. ഈശോയെ, ഈ സമയത്ത് സമർപ്പിക്കുന്ന കർത്താവെ, അങ്ങ് ഇടപെടണമേ. ഒരുപക്ഷെ വിദേശങ്ങളിലൊക്കെ പോയിരിക്കുന്ന നിങ്ങളുടെ മക്കള് അവരവിടെ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടുന്നവർ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ആ വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ആശീർവാദം സ്വീകരിക്കുന്ന സമയം നീ വിശ്വസിക്കുക, എന്നെ എൻ്റെ കർത്താവ് പുനർനിർമ്മിക്കും, പുനഃസൃഷ്ടിക്കും, രൂപാന്തരപ്പെടുത്തും. ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും. വിശ്വസിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന 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 ആരാധന